മലയാളി പ്രേക്ഷകരെല്ലാവരും കാവ്യയുടെ അച്ഛൻ്റെ മരണവാർത്ത കേട്ടുള്ള ഞെട്ടലിൽ തന്നെയാണ്. ലോകത്തെല്ലാവരും തന്നെ അച്ഛൻ്റെ മരണവാർത്ത വളരെയധികം വിങ്ങലോടെയും ഞെട്ടലോടെയുമാണ് കേൾക്കാറുള്ളതെങ്കിലും കാവ്യയുടെ അച്ഛൻ്റെ മരണവാർത്ത കുറച്ചധികം തന്നെ പേടിപ്പിക്കുന്നതായിരുന്നു. വളരെയധികം പ്രായമില്ലാത്തൊരു മനുഷ്യൻ, എന്നാൽ വളരെയധികം എനർജറ്റിക്കായി ജീവിച്ചിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് മരണമടഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അതെല്ലാവർക്കും സങ്കടം തന്നെയാണ്. നീലേശ്വരത്തായിരിക്കും കാവ്യയുടെ അച്ഛനെ അടക്കാൻ പോകുന്നതെന്ന് കരുതി എല്ലാവരുടെ മുന്നിലേക്കും കൊച്ചിയിലെ വെണ്ണലയിലെ വീട്ടിലായിരിക്കും പൊതുദർശനമെന്നും അതിനുശേഷമുള്ള അടക്കമെന്നും പറഞ്ഞപ്പോൾ എല്ലാവരും നീലേശ്വരത്തേക്ക് ഓടിയെത്തി. നീലേശ്വരംകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു ശരിക്കും പറഞ്ഞാൽ മാധവൻ. സുപ്രിയ ടെക്സ്റ്റൈൽസിന്റെ ഉടമ മാധവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാവ്യ മാധവന്റെ അച്ഛനെന്ന് പിന്നീ കാലത്താണ് അറിഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയുണ്ട്. അവരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. എല്ലാവരും ഇപ്പോൾ മാധവന്റെ മരണത്തെ കുറിച്ചുള്ള വേദനകളാണ് പങ്കുവെക്കുന്നത്. നീലേശ്വരംകാരുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ പോലും ഇപ്പോൾ മാധവനെക്കുറിച്ച് പലതും എഴുതിയിടുന്നുണ്ട്. പല ഓർമ്മകളും എഴുതി കുറിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വിങ്ങലാണ്, നൊമ്പരമാണ്, വേദനയാണ്. മാധവന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ വളരെയധികം വേദന തോന്നുന്നു എന്ന് തന്നെയാണ് ഒറ്റവാക്കിൽ എല്ലാവരും പ്രതികരിക്കുന്നത്. അത്രമാത്രമാണ് എല്ലാ പ്രേക്ഷകർക്കും അതൊരു സങ്കടമായി മാറുന്നതും. കാരണം കാവ്യയുടെ അച്ഛൻ എത്രമാത്രം ബന്ധുക്കളും അല്ലെങ്കിൽ എത്രമാത്രം വേണ്ടപ്പെട്ടവരും ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസം മരണവീട്ടിൽ വന്ന നീലേശ്വരംകാരുടെ എണ്ണം എടുത്താൽ മാത്രം മതി. നീലേശ്വരത്ത് നിന്ന് ട്രെയിനും ബസ്സും പിടിച്ച് അദ്ദേഹത്തിനെ ഒരു അവസാന നോക്ക് കാണാനും കുടുംബത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനും അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു. നിരവധി പേരാണ് അവിടേക്ക് എത്തിയത്. സിനിമാ താരങ്ങളൊന്നുമല്ല അധികം അവിടെ ഉണ്ടായിരുന്നത്. എല്ലാം മാധവന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാധ്യമ വിലക്കുണ്ടായിരുന്നത്. കാരണം പ്രിയപ്പെട്ടവരെയും അടുത്തുള്ളവരെയും മാധ്യമങ്ങൾക്ക് അറിയില്ലല്ലോ. അത് ഒപ്പിയെടുത്തിട്ടൊന്നും നേടാനുമില്ല, അല്ലെങ്കിൽ ആരെയും കാണിക്കാനുമില്ല. താരങ്ങൾ അധികം വന്നിട്ടില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. കാവ്യയുടെ അച്ഛനായതുകൊണ്ട് തന്നെയാണ് അധികം ആളുകൾ വരാത്തത് എന്ന് പറയുന്നുണ്ട്. കാവ്യ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉപചാരം അർപ്പിക്കാൻ നിരവധി താരങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന നീലേശ്വരംകാരാണ് കൂടുതലും എത്തിയത്. നീലേശ്വരത്ത് കളിച്ചു വളർന്ന മാധവൻ അവിടെയെല്ലാം വിറ്റുപറക്കി കൊച്ചിയിലേക്ക് വന്നത് മകളുടെ അടുത്ത് നിൽക്കാനാണ്. അപ്പോഴാണ് കുഞ്ഞിനെ വിളിച്ച് കാവ്യ ചെന്നൈയിലേക്ക് പോയത്. അപ്പോൾ തന്നെ വെണ്ണലയിലെ വില്ല വിട്ട് ചെന്നൈയിൽ അവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി മാധവൻ. മകളും ചെറുമകളും ഒക്കെയാണ് വലുത് എന്ന് മനസ്സിലായി മാധവൻ അവരുടെ കൂടെ തന്നെ നിൽക്കാൻ തുടങ്ങിയത് അവസാന നാളുകളിൽ ചെറുമകളെയും കണ്ടുകൊണ്ടിരിക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. എല്ലാവർക്കും മാധവന്റെ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ടെങ്കിലും കാവ്യയുടെയും കുടുംബത്തിനോടൊപ്പം നിൽക്കാൻ മാത്രമാണ് ഇപ്പോൾ അവർക്ക് സാധിക്കുന്നത്. മാധ്യമവിലക്ക് ഏർപ്പെടുത്തിയിട്ടും ആരും ഒരു കുറ്റവും പറഞ്ഞില്ല. നന്നായി, കാവ്യയോട് അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. കാവ്യ അതൊക്കെയാണ് അർഹിക്കുന്നത്. അല്ലെങ്കിൽ കാവ്യയുടെ കരച്ചിൽ എല്ലാവരും റെക്കോർഡ് ചെയ്തേനെ, എല്ലാവരും അത് ഷെയർ ആക്കിയേനെ. അങ്ങനെ ആരും കാണണ്ട. കാവ്യ കരയുന്നത് ആരും കാണണ്ട എന്ന് തീരുമാനിച്ച ദിലീപിനും അതുപോലെ കാവ്യയുടെ സഹോദരനും തന്നെയാണ് കയ്യടികളെന്ന് പലരും പറയുന്നുണ്ട്. കാവ്യയുടെ വീട്ടിലെ ചടങ്ങുകളെല്ലാം തന്നെ വളരെയധികം മാധ്യമ വിലക്കോടെ തന്നെയായിരുന്നു നടന്നത്. അതൊരു സിനിമാ താരത്തിന്റെ വീട്ടിലല്ല, മറിച്ച് സാധാരണ ഒരു മരണ വീടായിട്ടാണ് എല്ലാവരും കണ്ടത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.